ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ പലതും എക്സിക്യൂട്ടീവിൻ്റെ അനുബന്ധം പോലെ പ്രവർത്തിക്കുന്നു എന്ന വിമർശനം ഞങ്ങളും പണ്ട് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പല കാര്യങ്ങളും വരുന്നു. അപ്പോൾ സുതാര്യമായ ഒരു അന്വേഷണ സംവിധാനത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ വിശ്വാസ്യത വരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയേണ്ടതുണ്ട്. ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളത്. സുപ്രീം കോടതി നേരത്തെ ഒരു വിധിന്യായത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിക്കകത്ത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒപ്പം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും വേണം എന്ന് കോടതി തന്നെ വിധി എഴുതിയിരുന്നു. ജസ്റ്റിസ് കെ എം ജോസഫ് ഉൾപ്പെടെയുള്ള ബെഞ്ച് എഴുതിയ വിധി അത് നിലനിൽക്കെയാണ് പുതിയ ഭേദഗതി കൊണ്ടുവന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരാളും എന്ന നിലയിലേക്ക് മാറ്റിയത് പ്രതിപക്ഷ നേതാവും ചേർന്ന്. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കും ഒന്നായി മാറുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടത് ജനാധിപത്യം സംരക്ഷിക്കാൻ പ്രധാനപ്പെട്ട മുൻപാധിയാണ്. പൊതുവെ എല്ലായിടത്തും ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനമാണ്. തൃശ്ശൂർ ഉൾപ്പെടെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. BJP ജയിക്കുന്ന പലയിടങ്ങളുണ്ട് എന്ന വിമർശനം ഉയർന്നു വന്നിരുന്നു. ഏതെങ്കിലും ഒരു പ്രശ്നമായല്ലേ കാണേണ്ടത്, പൊതുവെ രാജ്യത്ത് സംഭവിക്കുന്നൊരു പ്രശ്നമാണ്. അവൻ ഒന്നിനെ അടർത്തിയെടുക്കേണ്ടതില്ല, പൊതുവെ സംഭവിക്കുന്ന പ്രശ്നം തന്നെയാണ്. അത് നല്ല രീതിയിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കി സുതാര്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം.